ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരുള്ള വേർതിരിവാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചു, നായരെന്നും നമ്പൂതിരിയെന്നും ഈഴവനെന്നും പറയനെന്നും പുലയനെന്നും കുറവനെന്നും വിശ്വകർമ്മനെന്നും ഒക്കെ പറഞ്ഞ് നമ്മുടെ സമൂഹത്തെ പല തട്ടിലാക്കുന്നതിന് ഈ സമൂഹത്തിലുള്ള രാഷ്ട്രീയ കക്ഷികളും വ്യക്തികളും ഒക്കെ തന്നെ ശ്രമിക്കുകയാണ്. പക്ഷേ അതിനൊക്കെ മാറ്റം വരുത്താൻ നമുക്കേ സാധിക്കുകയുള്ളൂ. സാമൂഹിക സമരസതയുടെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ശബരിമല. ഇപ്പം ഞാനത് പറയാൻ കാരണം, ശബരിമലയുടെ ഏറ്റവും അടുത്തുള്ളൊരു പ്രദേശമാണ് ചിറ്റാറ്. അവിടെ ജാതിയുണ്ടോ, മതമുണ്ടോ, വർണ്ണമുണ്ടോ, സമ്പന്നനെന്നോ അല്ലെങ്കിൽ പണ്ഡിതനെന്നോ എന്തെങ്കിലും വേർതിരിവുണ്ടോ? ഇല്ല. അതാണ് ശബരിമല. പുണ്യമായ ശബരിമലയിൽ അവിടെ ചെല്ലുന്ന എല്ലാവരും സ്വാമിമാരാണ്. അവർ സ്വാമിമാർ മാത്രമാണ്. അല്ലാതെ അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒന്നും തന്നെ വേർതിരിവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, അവിടെ നാം ആരാധിക്കുന്ന ദേവനും അതേപോലെ തന്നെ ആ ഭക്തനും എല്ലാം ഒന്നായി ചേരുന്ന ഒരു സ്ഥലമാണ് ശബരിമല. ആരാധിക്കുന്ന ഭക്തനും ആരാധിക്കപ്പെടുന്ന ദേവനും ഒന്നാകുന്ന പുണ്യസങ്കേതമാണ് ശബരിമല. അപ്പം അവിടെ സാമൂഹിക സമരസതയുടെ ഏറ്റവും വലിയ മകളുടെ ഉദാഹരണമാണ്. അവിടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, സമ്പന്നനില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കണം. നമ്മുടെ ഇടയിൽ, ഹൈന്ദവർക്കിടയിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. നമുക്കറിയാം, ഒരു 10-50 വർഷം മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഈ മാറ്റങ്ങളൊക്കെ വരുമായിരിക്കാം. പക്ഷെ പിൻപോട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ പലർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് പോലുമുള്ള അവകാശങ്ങളില്ല. ആ സമയത്തും ശബരിമലയിൽ ആർക്കും പ്രവേശിക്കാം. അതാണ് ശബരിമല എന്ന പുണ്യസങ്കേതം. സാമൂഹിക സമരസത എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. സോഷ്യൽ ഹാർമണി. നമ്മൾ ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ആ ഹൈന്ദവ സമൂഹത്തിലെ നമ്മളെല്ലാവരും ഒരേ ദൈവങ്ങളെ തന്നെയാണ് വിശ്വസിക്കുന്നത്, ഒരേ ദൈവങ്ങളിലാണ് നമ്മൾ ആരാധിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നമ്മൾ വേർതിരിച്ചിരിക്കുകയാണ്. അതൊക്കെ തന്നെ മാറ്റിവെച്ച് നമ്മൾ ഒരു സമൂഹമായി മാറണമെങ്കിൽ മാത്രമേ ഒരു നല്ല ഭാരതത്തെ കെട്ടിപ്പടുക്കുന്നതിന്, ഒരു നല്ല ഹൈന്ദവ സമൂഹത്തെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നതിന് നമുക്ക് സാധിക്കുകയുള്ളൂ.